ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ്. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ്. ഇത് നമ്മൾ ആവിയിൽ വേവിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാനും നല്ലൊരു ഐറ്റം കൂടിയാണിത്. ഇതിനകത്ത് നമ്മൾ സോഡാപ്പൊടിയോ ഈനോ സോൾട്ടോ ഇതൊന്നും ചേർക്കുന്നില്ല. ഇത് നമ്മൾ പഴുത്ത ഏത്തപ്പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് 2 ഏത്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. നല്ലപോലെ പഴുത്ത ഏത്തപ്പഴമാണ് എപ്പോഴും ഇതുണ്ടാക്കാൻ നല്ലത്. കുറച്ച് പഴുപ്പ് കൂടിയാലും കുഴപ്പമില്ല. അങ്ങനത്തെ ഏത്തപ്പഴമാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. നമ്മൾക്ക് ഈ ഏത്തപ്പഴം ഒന്ന് പുഴുങ്ങിയെടുക്കണം. അതിനായിട്ട് ഒരു സ്റ്റീമറിനകത്ത് വെള്ളം വെച്ച് 2 ഏത്തപ്പഴം ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് പുഴുങ്ങിയെടുക്കുക. ഇപ്പം ഏത്തപ്പഴം നല്ലപോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം നമ്മൾക്കിതൊന്ന് നല്ലപോലെ അരച്ചെടുക്കണം. ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് അതിനകത്തേക്ക് ആദ്യമേ തന്നെ 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഏലക്കയുടെ ഉള്ളിലത്തെ കറുത്ത സീഡാണ്. അതും 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ പൊടിയാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇനി ഇതും സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര നീര് തയ്യാറാക്കാനായിട്ട് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. അതിനുശേഷം അതൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 150 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അച്ചാണെങ്കിൽ 1.5 അച്ച് ശർക്കരയൊക്കെ മതിയായിരിക്കും. ഇനി ഇതിനകത്തേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കുക. ഇപ്പം ശർക്കരയെല്ലാം നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ നേന്ത്രപ്പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമേ തന്നെ ഇതൊന്ന് ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് മിക്സിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. നമ്മൾ ഉണ്ടാക്കുന്ന അപ്പത്തിൻ്റെ ഇടയ്ക്ക് കുറച്ച് നേന്ത്രപ്പഴം കടിക്കാനൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഫോർക്ക് വെച്ചിട്ട് നേരെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഇവിടെ നേന്ത്രപ്പഴം നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച ശർക്കര നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ശർക്കര നീര് ഈ സമയമാകുമ്പോഴത്തേക്കും ചൂടാറി വന്നിട്ടുണ്ട്. ആദ്യമേ തന്നെ എല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കണമെന്നില്ല. മധുരം നോക്കിയിട്ട് പിന്നീടായാലും ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ ഇപ്പം 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. നമ്മൾക്ക് ഇതിനകത്തോട്ട് ഇനി അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പം ആ സമയത്ത് കുറച്ച് മധുരം കുറയും. അത് കണക്കാക്കിയിട്ട് വേണം നമ്മൾ ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പം ഞാനിതിവിടെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതും സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. പകുതി ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കുക. ഉണക്കമുന്തിരിയൊക്കെ നല്ലപോലെ വീർത്ത് വരുമ്പം നമ്മൾക്കിത് നെയ്യിനകത്ത് നിന്ന് എടുത്ത് മാറ്റാം. ഇനി നട്ട്സ് വേണ്ട എന്നുള്ളവരാണെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഡ്രൈ ഫ്രൂട്ട്സ് ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ ആയാലും ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്ത അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിത് നെയ്ക്കകത്ത് നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി ഇതും സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സിയിലെ നേന്ത്രപ്പഴവും ശർക്കര നീരൊക്കെ കൂടെ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇനി ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു പാകത്തിലാണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത്. വെള്ളം ഒരുപാട് കൂടിപ്പോയിട്ടില്ല. അതേസമയം ഇതിന് നല്ല മധുരമുണ്ട്. അതുകൊണ്ട് നമ്മൾ ശർക്കര നീര് ഉരുക്കാനായിട്ട് വെക്കുമ്പം കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ വെള്ളം ഒരുപാട് കൂടിപ്പോവും. ഇതിപ്പോൾ നല്ല മധുരമുള്ള പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. നല്ല മധുരമുള്ള പഴമാണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ശർക്കര നീര് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല. ഞാനിവിടെ കുറച്ച് ശർക്കര നീര് ബാക്കി വെച്ചിട്ടുണ്ട്. മധുരം നോക്കിയിട്ട് പിന്നീട് നമ്മൾക്ക് ആവശ്യമാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ഇതിവിടെ കുറച്ച് സമയമായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് വറ്റി വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് ഇതിനകത്തോട്ട് 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഇതിനകത്തോട്ട് ഇനി നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത നെയ്യ് മാത്രം മതി. തീ ഒരുപാട് കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് കുറച്ചും വെക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഏലക്കയും ജീരകവും പഞ്ചസാരയും കൂടിയിട്ടുള്ള മിക്സാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും എല്ലാം കൂടെ ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നത് ചുക്കുപൊടിയാണ്. അതും 1 ടീസ്പൂണാണ് വേണ്ടത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും എല്ലാം കൂടെ ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ വെള്ളമൊക്കെ ചെറുതായിട്ട് വറ്റാനായിട്ട് തുടങ്ങും. ആ സമയത്ത് നമ്മൾക്ക് ഇതിനകത്തോട്ട് ഇനി 1/4 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന തരിയില്ലാത്ത വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. അരിപ്പൊടി എല്ലാ ഭാഗത്തേക്കും മിക്സ് ആകുന്ന രീതിയിൽ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. കട്ട പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാൻ പറയുന്നത്. ഈ മാവ് ഒരുപാട് തിക്കായിട്ടിരിക്കത്തില്ല. കുറച്ച് ലൂസായിട്ടായിരിക്കും ഇരിക്കുക. പഴത്തിൻ്റെ ടേസ്റ്റാണ് ഇതിനകത്ത് മുന്നിട്ട് നിൽക്കേണ്ടത്.
ഈ ഒരു സമയമാകുമ്പോൾ ഇതിനകത്തെ മധുരം ഒന്നും കൂടെ ഒന്ന് നോക്കാം. മധുരം ആവശ്യമാണെങ്കിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇപ്പം ഒഴിച്ചു കൊടുക്കുന്നില്ല. മധുരമൊക്കെ കറക്റ്റാണ്. ഇനി നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത്രയും മതി. ഇത്രയും ഒരു കുറുകിയ പാകത്തിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഇതേപോലെ പാനിൽ നിന്നും വിട്ടു വരുന്ന സമയത്ത് നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഒരു സ്റ്റീമറിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് തിളയ്ക്കാനായിട്ട് വെക്കുക. അതിനുശേഷം ഇഡ്ഡലി തട്ടിനകത്ത് കുറച്ച് നെയ്യ് തടവിയിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നട്ട്സും ഉണക്കമുന്തിരിയൊക്കെ ഇതേപോലെ ഒന്ന് അടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ആവി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയ മാവ് ഇതിൻ്റെ മുകളിലായിട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഈ ഒരു കട്ടിക്കായിരിക്കും മാവ് ഉണ്ടായിരിക്കുക. ഒരുപാട് തിക്കായിട്ടല്ല, അതേസമയം ഒരുപാട് ലൂസായിട്ടും അല്ല ഇരിക്കുന്നത്. ഇത്രയും മാവ് വെച്ചിട്ട് നമ്മൾക്ക് ഏകദേശം ഒരു 8 അല്ലെങ്കിൽ 9 ആയിരിക്കും ഉണ്ടാക്കാൻ പറ്റുക. ഇപ്പം ഞാനിതിവിടെ എല്ലാത്തിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. നെയ്യ് തടവിയിട്ടില്ലെങ്കിൽ ഇത് ചിലപ്പം ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് നെയ്യ് തടവി കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ലെവലാക്കിയതിന് ശേഷം നമ്മൾക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പം എല്ലാം നല്ലപോലെ ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 12 തൊട്ട് 15 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ ആവിയിൽ വേവിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് നമ്മളുടെ അപ്പം റെഡി ആയിട്ടുണ്ടായിരിക്കും. ഇപ്പം ഇതിവിടെ 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മളുടെ അപ്പമൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് പുറത്തോട്ട് മാറ്റി വയ്ക്കാം. ചൂടോടെ ഇതിനകത്ത് നിന്ന് എടുക്കാൻ നോക്കരുത്. ചൂട് ചെറുതായിട്ടൊന്ന് ആറിയതിന് ശേഷം നമ്മൾക്കിത് ഇളക്കിയെടുക്കാം. ഞാനിവിടെ ബാക്കിയുള്ള മാവ് ഇതേപോലത്തെ പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇഡലിത്തട്ടിന് പകരം ഇങ്ങനത്തെ പാത്രങ്ങളായാലും യൂസ് ചെയ്യാം. ഇനി ഇതും നമ്മൾ നേരത്തെ വേവിച്ച അതേപോലെ തന്നെ 15 മിനിറ്റ് വേവിച്ചെടുക്കുക. നമ്മൾ ആദ്യം എടുത്ത ട്രിപ്പ് ഇപ്പം ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരെണ്ണം നമ്മൾക്കിന്ന് എടുത്തു നോക്കാം. തീരെ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമ്മൾക്കിത് വിട്ട് കിട്ടും. നല്ല ഭംഗിയിൽ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനും. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കും കൂടിയാണിത്. ഒരുപാട് എണ്ണയൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ചിലപ്പോഴൊക്കെ പഴുപ്പ് കൂടിയിട്ട് നേന്ത്രപ്പഴം കറുത്തു പോകാറുണ്ട്. അപ്പം പിന്നെ ആരും അത് കഴിക്കാൻ ഇഷ്ടപ്പെടത്തില്ല. അങ്ങനത്തെയൊക്കെ പഴം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ കറുത്തുപോയ പഴത്തിനാണ് കൂടുതൽ ഗുണങ്ങളുള്ളത്. അങ്ങനത്തെ പഴത്തിലാണ് ആൻറ്റി ഓക്സിഡൻസ് കൂടുതലുണ്ടായിരിക്കുക. ഇത് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല, കൊളസ്ട്രോൾ കുറയ്ക്കാനും ഇങ്ങനത്തെ പഴം നല്ലതാണ്. ഇപ്പം നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള പഴം അപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിനകത്ത് ഒരെണ്ണം എടുത്തൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. ഈവനിങ് സ്നാക്കായിട്ടൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു വിഭവം കൂടിയാണിത്. കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ നല്ലൊരു ഐറ്റം കൂടിയാണിത്. പഴം ഇഷ്ടപ്പെടാത്ത കുട്ടികളാണെങ്കിൽ പോലും അവരിത് കഴിച്ചു പോവും. അത്രയും ടേസ്റ്റാണ്. ഇത് പെട്ടെന്ന് തന്നെ കേടാവത്തില്ല. അതുകൊണ്ട് നമ്മൾക്കിത് രാത്രി വേണമെങ്കിലും ഉണ്ടാക്കി വെക്കാം. അപ്പം പിന്നെ രാവിലെ നമ്മൾക്ക് കുട്ടികൾക്ക് കൊടുത്തുവിടാനും എളുപ്പമായിരിക്കും. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണില്ലേ ഓൾ എന്നുള്ള ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്